ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് റിവ്യൂ. സത്യഭാമേ, ഞാൻ വരുന്നുണ്ട് കാണാൻ. സുസ്മിതയുടെ രണ്ടാം വരവിൻ്റെ അറിയിപ്പ് വിളംബരവുമായി. ഇനിയുള്ളത് ഈ സുസ്മിതയുടെ കാലവാ. എല്ലാം കൂടെ ചേർത്ത് ഞാൻ തുടങ്ങാൻ പോകുക സത്യാമേ. ഇനിയുള്ളത് അംഗമാണ്. ഈ നിമിഷം മുതൽ അത് കുറിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ സുസ്മിത അംഗപ്പറപ്പാടിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശാലിനിയാകട്ടെ തോറ്റ് പിന്മാറുകയാണോ അതോ എല്ലാം ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാണോ എന്നൊന്നും അറിയില്ല. തനിക്ക് സ്വന്തമായിട്ട് എന്നും കിട്ടിയിട്ടുള്ള കണ്ണുനീരും കയ്യുമായിട്ട് തുണിയും സാധനങ്ങളും ഒക്കെ അങ്ങോട്ട് പെറുക്കി കെട്ടുവാണ്. തൻ്റെ പ്രാണന്റെ പ്രാണനായ വിഷ്ണുവിനെയും നൊന്ത് പ്രസവിച്ച പപ്പിമോളെയും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് നാട് വിട്ടു പോകാനൊരുങ്ങുവാണ്. വിഷ്ണുവും ശാലിനിയും ചേർന്നിരിക്കുന്ന ഫോട്ടോ എടുത്തു വെച്ചിട്ട് ശാലിനി പറയുവാണ്, വിഷ്ണുവേട്ട, സത്യമ്മ പറഞ്ഞതെല്ലാം വിഷ്ണുവേട്ടനും കേട്ടോണ്ടിരുന്നതല്ലേ. വിഷ്ണുവേട്ടൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് ഞാനൊരു വിലങ്ങുതടിയാണെന്ന്. ഞാൻ വിഷ്ണുവേട്ടൻ്റെ കുടുംബം നശിപ്പിക്കുന്നവളാ. ഞാനാണ് വിഷ്ണുവേട്ടൻ്റെ കുടുംബജീവിതം തകർത്തത്. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ്റെ ശാലിനി ഇവിടുന്ന് പോകുക. ട്രാൻസ്ഫറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി വിഷ്ണുവേട്ടൻ്റെയും സത്യാമ്മയുടെയും മുന്നിൽ ഒരു ശല്യമായി ഞാനും എൻ്റെ അമ്മയും എൻ്റെ മകളും ഇനി ഒരിക്കലും വരില്ല എന്നിങ്ങനെ ശാലിനി ഫോട്ടോ നോക്കി കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ സത്യമോൾ ഓടി വരുവാണ്. അമ്മേ, നമ്മൾ ടൂറ് പോവുകയാണോ? ആന്ന് മോളെ. നമ്മൾ പോകുന്നത് ഊട്ടിയാണോ കൊടൈക്കനാലാണോ അമ്മേ? അതൊക്കെ ഇങ്ങ് അടുത്തുള്ള സ്ഥലമല്ലേ മോളെ. നമ്മൾ അതിനേക്കാളൊക്കെ ഒരുപാട് ദൂരെയുള്ള സ്ഥലത്താണ് പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പപ്പിയും കൂടെ കൂട്ടിയാലോ? പപ്പിയെ നമുക്ക് പിന്നെ കൊണ്ടുപോകാം. ഇപ്പം മോള് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. അമ്മേ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ വിളിച്ച് പറയണം. എന്നിട്ട് അവിടെയുള്ള ഫോട്ടോസുകളൊക്കെ എടുത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കൊടുക്കണം. അപ്പോഴേക്ക് ശാരദാമ്മ റെഡിയായി വന്ന്. ശാരദാമ്മ റെഡിയായോ? ആ, റെഡിയായി മോളെ. സുന്ദരിയായിട്ടുണ്ടല്ലോ എൻ്റെ ശാരദാമ്മ. പാവം സത്യമോൾ അറിയുന്നില്ലല്ലോ കുഞ്ഞിനെ ഇവിടുന്ന് നാട് കടത്തി കൊണ്ടുപോവുകയാണെന്ന്. സത്യമോള് നല്ല സന്തോഷത്തിലാണല്ലോ ശാലിനി. നീ കുഞ്ഞിനോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇല്ലമ്മേ, പറഞ്ഞാൽ അവൾ കരച്ചിലായിരിക്കും. അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് നീ നിർബന്ധിച്ച് വാങ്ങിയ ട്രാൻസ്ഫർ അല്ലേ? അതെ അമ്മേ, ഞാൻ ഇവിടെ നിന്നിട്ടിനി ഒരു കാര്യവും ഇല്ല. ആ സത്യാമ്മ എന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. അവരുടെ കുടുംബത്തെയും വിഷ്ണുവേട്ടനെയും നശിപ്പിക്കുന്നത് ഞാനാണെന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സത്യാമ്മ ഒരിക്കലും ഞങ്ങളെ ഒന്നിക്കാൻ അനുവദിക്കില്ലമ്മേ. പിന്നെ എന്തിനാമ്മേ ഞാനിവിടെ നിൽക്കുന്നേ? നന്മ ചെയ്താലും എനിക്ക് പഴിയാ കേൾക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോകാമേ, ഇനി ഇവിടെ നിൽക്കണ്ട. ശാലിനിയുടെ സങ്കടമെല്ലാം കണ്ട് മനസ്സൊടഞ്ഞു നിന്ന് ശാരദാമ്മ പറയുക, ഇവിടം വിട്ടുപോകാൻ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ നിന്റെ ഈ വിഷമങ്ങൾ കാണുമ്പോൾ മറ്റൊന്നും ഇതിനേക്കാൾ വലുതല്ല മോളെ. പക്ഷെ നമ്മൾ ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ വിഷ്ണുവായിട്ട് മോൾക്ക് പിന്നെ ഒരിക്കലും അടുക്കാൻ കഴിയില്ല മോളെ. ഒരു ജീവിതവും ഉണ്ടാകില്ല നിനക്കും വിഷ്ണുവിനും. നിന്നെ മറന്നുകൊണ്ട് വിഷ്ണു ഒരിക്കലും ഒരു ജീവിതം തിരഞ്ഞെടുക്കാനും പോകില്ല. അതുകൊണ്ട് മോള് നല്ലതുപോലെ ഒന്നുകൂടെ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്ക്. അല്ലെങ്കിൽ മോള് വിഷ്ണുവിനോട് സംസാരിച്ച് മറ്റെന്തെങ്കിലും ഒരു വഴി കാണ്. ഇത്രയും കാലം കാണാത്ത വഴിയാണോമ്മേ ഇനി കാണാൻ പോകുന്നത്? ചേരേണ്ടവരായിരുന്നെങ്കിൽ ദൈവം ഞങ്ങളെ എന്നേ ചേർത്ത് വെച്ചേനെ. ഇനി ഒരു ഒന്നിക്കൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലമ്മേ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ശാരദാമ്മ പറയുക, എന്നിലെ പ്രതീക്ഷ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല മോളെ. വിഷ്ണുവിൻ്റെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ നീ കൂടെ അവനോടൊപ്പം വേണം. ഒരു അവസാന ശ്രമം എന്ന പോലെ ഒന്നുകൂടെ നമുക്കൊന്ന് സംസാരിക്കാമായിരുന്നു. പിന്നീട് അതൊരു കുറ്റബോധമായി ഒരിക്കലും ഉള്ളിൽ കിടക്കത്തില്ലല്ലോ. അമ്മേ, ഞാൻ റെഡിയായെന്ന് പറ. സത്യമോള് ബാഗുമൊക്കെ തൂക്കിയിട്ട് ഓടി വരുവാണ്. ഇനി അമ്മ പറ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ ദൂരെ ഒരു സ്ഥലത്തേക്കാ പോകുന്നത്. എന്താ സ്ഥലത്തിന് പേരില്ലേ അമ്മേ? ആ സ്ഥലത്തിന് പേരിട്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ ചെന്നാൽ എൻ്റെ മോക്ക് പിന്നെ ഇങ്ങോട്ട് പോരാനേ തോന്നില്ല. അതൊന്നും പറ്റില്ലമ്മേ. ടൂറ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരണം. അല്ലെങ്കിലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി വല്ലാതെ വിഷമിക്കും. ഇതെല്ലാം കണ്ടും കേട്ടിട്ട് ശാരദാമ്മ പറയോ, ഓ ഇതൊരു നടക്കൊന്നും പോകുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞ് ശാരദാമ്മ അകത്തോട്ട് കയറിപ്പോവുക. പപ്പിമോള് നല്ല ഉറക്കത്തിലാണ്. വിഷ്ണു മോളുടെ അടുത്തിങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് ശാരദാമ്മ ശാലിനി കാണാതെ പുറത്തു വന്ന് ഒളിച്ചു നിന്ന് വിഷ്ണുവിന് ഫോൺ ചെയ്യുവാണ്. എന്ത് ചെയ്യാനാ, ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ. വിഷ്ണുവിൻ്റെ ഫോൺ അവിടെ സൈലൻറ്റിലിരിക്കുവാണ്. ശാരദാമ്മ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട് വിഷ്ണുവിനെ വിളിക്കാൻ. ശാരദാമ്മയ്ക്കും അറിയില്ലല്ലോ ഫോൺ സൈലൻറ്റിലാണെന്ന്.
പപ്പിമോൾ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് പറയുവാണ്, ചേച്ചിയമ്മ പാവാ, സത്യാമ്മേ ചേച്ചിയമ്മയെ വഴക്ക് പറയല്ലേ, എൻ്റെ ചേച്ചിയമ്മ പാവാ. വിഷ്ണു ഉറങ്ങിക്കിടക്കുന്ന പപ്പിമോളെ നോക്കി പറയുവാണ്, ചേച്ചിയമ്മയെ എല്ലാവരിൽ നിന്നും അകറ്റി നിർത്തുവാണ് മോളെ നമ്മുടെ സത്യാമ്മ. അടുപ്പിക്കും തോറും അകലുകയാണ്, വല്ലാതെ അകലുകയാണ്. ആ സമയത്ത് വീണ്ടും ശാരദാമ്മ വിഷ്ണുവിനെ വിളിക്കാൻ ട്രൈ ചെയ്യുവാണ്. ശാലിനി അങ്ങനെ ബാഗും പെട്ടിയെല്ലാം എടുത്തുകൊണ്ട് വരികയാണ്. സത്യമോളോട് ചോദിക്കുന്നു, മോളെ ശാരദാമ്മ എവിടെ? ഞാൻ കണ്ടില്ലല്ലോ അമ്മേ. ശാരദാമ്മ എന്നിട്ട് എളുപ്പം അകത്തോട്ട് വന്നിട്ട് പറയുവാണ്, സത്യമോളെ, മോള് കണ്ണനോട് യാത്ര പറഞ്ഞോ? പൂജാറൂമിൽ ചെന്ന് പ്രാർത്ഥിക്ക്. ശാലിനിയും സത്യമോളുടെ പൂജാറൂമിൽ പോയിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ്. ശാലിനി തൻ്റെ സങ്കടങ്ങളെല്ലാം ഭഗവാനോട് പറയുകയാണ്. ഈ സമയത്ത് വീണ്ടും ശാരദാമ്മ വിഷ്ണുവിനെ വിളിക്കാൻ ട്രൈ ചെയ്യുവാണ്. ഇത് ശാലിനി കാണുന്നുണ്ട്. അമ്മ ആരെയാ ഇപ്പോൾ ഫോൺ ചെയ്തത്? അതു പിന്നെ മോളെ, അമ്മേ നമ്മൾ പോകുന്ന കാര്യം അമ്മ ആരോടെങ്കിലും പറയാനാണോ? പറഞ്ഞിട്ട് പോകുന്നതല്ലേ മോളെ മര്യാദ. വേണ്ടമ്മേ, അമ്മയ്ക്ക് ഇപ്പോഴും ഇവിടുന്ന് പോകാൻ ഇഷ്ടമില്ലേ? എനിക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിട്ടല്ല മോളെ, പക്ഷേ എവിടെ പോയാലും നമ്മുടെ ഈ വീടും എൻ്റെ ഈ കുടുംബശ്രീ ഹോട്ടലും എല്ലാം എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും. അല്ല, നമ്മുടെ ഹോട്ടലിൻ്റെ പുതിയ ഓണറെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുമ്പോൾ ശാന്ത അടുത്തോട്ട് വരികയാണ്. ഞാനിവിടെ ഉണ്ട് ശാരദാമ്മേ, മനസ്സുകൊണ്ട് ഈ കാഴ്ച കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനവിടെ മാറി നിന്നത്. അങ്ങനെയൊന്നും മാറി നിൽക്കാനൊന്നും ഇനി പറ്റില്ല. ഇതൊക്കെ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം ഇനി നിനക്കാ ഉള്ളത്. ഹോട്ടലിലെ കാര്യവും നോക്കണം, ഈ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയും വേണം. എല്ലാം നിൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറയാതെ തന്നെ ശാന്ത ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് ചുമ്മാതെ പറഞ്ഞെന്നേ ഉള്ളു. ദേശാടനം കഴിഞ്ഞ് ഗോപാലേട്ടൻ എന്ന് വരുന്നോ അതുവരെ ഈ താക്കോൽ ശാന്തയെ നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം. താക്കോൽ ഇങ്ങനെ ശാന്തയെ ഏൽപ്പിക്കുവാണ്. ഹോട്ടലിൻ്റെ താക്കോൽ ഏൽപ്പിക്കുമ്പോൾ ശാരദാമ്മ കരയുന്നുണ്ട്. ഇത് നമ്മുടെയൊക്കെ ചോറിൻ്റെതാണ്. എന്നെയും നിന്നെയും ഒക്കെ ആളാക്കിയതും എൻ്റെ മക്കളെ നല്ല നിലയിലാക്കാൻ കഴിഞ്ഞതും എല്ലാം ഈ ഹോട്ടൽ കൊണ്ടാണ് എന്നും പറഞ്ഞ് ശാരദാമ്മ കരഞ്ഞുകൊണ്ടാണ് ആ താക്കോൽ ശാന്തയെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ശാലിനി രാമുവേട്ടനോട് പറയുന്നു, ഈ ലഗേജുകളെല്ലാം ഒന്ന് കാറിൽ വെക്കുന്ന. അനു അവിടെ നിൽപ്പുണ്ട്. അനുവും ഭയങ്കര സങ്കടത്തിലാണ്. ഇപ്പോഴും ശാരദാമ്മയ്ക്ക് വിഷ്ണുവും ശാലിനിയും ഒന്നിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ശാരദാമ്മ പതുക്കെ സത്യമോളെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് പറയുന്നു, മോള് പോകുന്ന കാര്യമേ ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞോ? ഇല്ല, മോള് ശാലിനിയുടെ ഫോൺ വാങ്ങി ബിഗ് ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ. പാവം ശാരദാമ്മ വിചാരിക്കുവാണ്, സത്യമോള് ഫോൺ ചെയ്ത് വിളിക്കുമ്പോഴെങ്കിലും വിഷ്ണു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എങ്ങനെയെങ്കിലും ശാലിനിയുടെ യാത്ര മുടക്കുമല്ലോ എന്നിങ്ങനെ വിചാരിക്കുവാണ്. എന്ത് ചെയ്യാനാ, സത്യാമ്മ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ദൈവം ഇവരെ ഒന്നിപ്പിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ വിഷ്ണുവിന് ആ ഫോണൊന്ന് എടുക്കാമായിരുന്നല്ലോ. ആ സമയം നോക്കി തന്നെ വിഷ്ണുവിൻ്റെ ഫോൺ സൈലൻറ്റിലും ആയിപ്പോയി. സത്യമോള് ചെന്ന് ശാലിനിയോട് ഫോൺ ചോദിക്കുന്നു, എന്തിനാ? എനിക്കെൻ്റെ ബിഗ് ഫ്രണ്ടിനോട് വിളിച്ച് പറയണം. അതൊന്നും വേണ്ട, ഫോണെല്ലാം ബാഗിനകത്ത് വെച്ച് പോയി, നമുക്കങ്ങോട്ട് പോകുന്ന വഴി വിളിച്ച് പറയാമെന്നും പറഞ്ഞ് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. അനു കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ശാലിനി എന്ന ചനുവിനോട് പറയുന്നത്, നിങ്ങൾ ആരെയൊക്കെ എന്തൊക്കെ മറന്നാലും അനു, എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. നീ എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് മുഖ്യമാണ്. മേഡം എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് അനു കരയുവാണ്. സങ്കടത്തോടെ നിൽക്കുന്ന രാമുവേട്ടൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നത്, രാമുവേട്ട, യാത്ര പറഞ്ഞ് ഞാൻ അധികം സങ്കടപ്പെടുത്തുന്നില്ല. എന്തെങ്കിലും കാണാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാനേ കഴിയൂ എന്നും പറഞ്ഞ് ശാലിനിയും ശാരദാമ്മയും സത്യമോളും എല്ലാവരും കാറിൽ കയറി അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നതാണ്. ആ ട്രെയിനിൽ ശാലിനിയും ശാരദാമ്മയും സത്യമോളും കയറിയോ, വിഷ്ണു വന്നവരെ അവിടുന്ന് യാത്ര മുടക്കി വിളിച്ചുകൊണ്ട് പോയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.